ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മേജിയസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സച്ചി കമലയോട് അർച്ചന ജീവനോടെ ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ അർച്ചനയെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട് കമല. ദൂരെ നിന്നാണെങ്കിലും ഒന്ന് കണ്ടാൽ മതിയെന്ന് പറയുന്നു. അങ്ങനെ ഇപ്പോൾ അർച്ചനയെ കൊണ്ട് കാണിക്കാമെന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ് സച്ചി. അമ്മ ദൂരെ നിന്നേ അർച്ചനയെ കാണാൻ പാടുള്ളൂ, അവരുടെ അടുത്തേക്കൊന്നും ചെല്ലാൻ പാടില്ല, അത് വലിയ പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സച്ചി. ഇല്ല, മോൻ പറയുന്നത് പോലെ തന്നെ ഞാൻ കേൾക്കാം. എനിക്കെൻ്റെ പൊന്നുമോളെ ഒന്ന് കണ്ടാൽ മാത്രം മതി, ആരും അറിയാതെ ദൂരെ നിന്ന് ഞാൻ കണ്ടോളാം എന്നൊക്കെ കമല പറയുന്നുണ്ട്. അർച്ചന അമ്മയെ തിരിച്ചറിയില്ല. പക്ഷേ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, മനസ്സ് കൈവിടരുതമ്മ. കൈവിട്ട് പോയാൽ പിന്നെ ഒരിക്കലും അർച്ചനയെ ഇവിടേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് സച്ചി പറയുമ്പോൾ കമല പറയുന്നുണ്ട്, ഇല്ല മോനെ, നെഞ്ചു പൊട്ടിയിട്ടാണെങ്കിലും അമ്മ ദൂരെ നിന്ന് തന്നെ കണ്ടോളാം, അമ്മ കാരണം ഒന്നും സംഭവിക്കില്ല, സത്യം. ഇത് കേട്ട് സച്ചി പറയുന്നുണ്ട്, ഇനിയെങ്കിലും അമ്മ ഒന്നും ആലോചിക്കേണ്ട, സമാധാനത്തോടെ കിടന്നുറങ്ങിക്കോളൂ. ഇതെല്ലാം കേട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ കമല. ശേഷം പിറ്റേ ദിവസമായിട്ടുണ്ട്. ഇപ്പോൾ ഗോകുലും അർച്ചനയും കൂടി ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കൂടെ ഗൗരിമോളും ഉണ്ടായിരുന്നു. അവരങ്ങനെ ക്ഷേത്രത്തിൽ തൊഴുത് പ്രസാദവുമൊക്കെ വാങ്ങി തിരിച്ചു പോവുകയാണ്. ഈ സമയം സച്ചി ഇപ്പോൾ കമലയും കൂട്ടി വന്നിരിക്കുകയാണ്. കൂടെ ആരതിയുമുണ്ട്. സ്വന്തം മകളെ കണ്ടുള്ള ഒരാകാംക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ കമല. മോൻ പറഞ്ഞത് സത്യമാണല്ലോ, എൻ്റെ അച്ഛമോൾ ഇവിടെ വരുമല്ലോ അല്ലേ എന്ന് ഒന്നുകൂടി ഇപ്പോൾ ചോദിക്കുന്നുണ്ട് കമല. അമ്മ എനിക്ക് തന്ന വാക്ക് തള്ളിക്കളയരുത് എന്ന് സച്ചിയും കമലയെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവിടെ ആ ഒരു ക്ഷേത്രത്തിൻ്റെ അവിടെ ഒരു മരത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ മറഞ്ഞു നിൽക്കുന്നുണ്ട് അവർ 3 പേരും, സച്ചിയും കമലയും ആരതിയും കൂടി. അങ്ങനെ അർച്ചന ഇപ്പോൾ വരുന്നുണ്ടായിരുന്നു. അമ്മ, ദേ അർച്ചന വരുന്നുണ്ട്, അമ്മ ഒരു പ്രശ്നവും ഉണ്ടാക്കരുത് എന്ന് സച്ചി പറയുന്നുണ്ട്. ദേ നോക്കിക്കേ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതാ ശോഭനയുടെ മകനല്ലേ എന്ന് കമല ചോദിക്കുമ്പോൾ അയാളുടെ പിന്നിലേക്ക് നോക്ക് എന്ന് സച്ചി പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അർച്ചനയും ഗൗരിമോളും കൂടി ഗൂഗിളിൻ്റെ തൊട്ട് പിന്നാലെ നടന്നു വരുന്നത് കമല കാണുന്നുണ്ട്. ഇത് കണ്ട് ഞെട്ടലോടെ നിൽക്കുന്നുണ്ട് കമല. അർച്ചനയെ കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ കമല. ആ ഒരു സന്തോഷത്തിൽ അർച്ചനയുടെ അടുത്തേക്ക് ഓടിപ്പോകാൻ തുടങ്ങുന്നുണ്ട് ഇപ്പോൾ കമല. അമ്മ ഇതെന്തായി കാണിക്കാൻ പോകുന്നത്, അമ്മ എന്തീ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് സച്ചിയും ആരതിയും കൂടി പിടിച്ച് നിർത്തുകയാണ് ഇപ്പോൾ കമലയെ. അർച്ചന ഇപ്പോൾ അമ്മയെ കണ്ടാൽ തിരിച്ചറിയണമെന്നില്ല. അമ്മ എനിക്ക് തന്ന വാക്ക് പാലിക്കണമെന്ന് സച്ചി പറയുന്നു. വളരെയധികം സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് തന്നെ കമല അവിടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും വീണ്ടും അർച്ചനെ ഇങ്ങനെ നോക്കുകയാണ് അവിടെ നിന്നുകൊണ്ട്. മോനെ സച്ചി, ഗൗരിമോള് അതാണോ നമ്മുടെ പൊന്നുമോള് എന്ന് കമല ചോദിക്കുന്നുണ്ട്. അതെ, ഇത് നമ്മുടെ പൊന്നുമോൾ തന്നെയാണ് എന്ന് സച്ചിയും പറയുന്നുണ്ട്. വളരെയധികം സന്തോഷത്തോടെ തന്നെ അർച്ചനയും ഗൗരിമോളെയും നോക്കി നിൽക്കുന്നുണ്ട് കമല. അങ്ങനെ അർച്ചന ഗൗരിയുടെ കൈ പിടിച്ച് പോകുന്നത് വിഷമത്തോടെ നോക്കി നിൽക്കുകയാണ് ഇപ്പോൾ കമല. അങ്ങനെ ഇപ്പോൾ അർച്ചനയെ കാണാനുള്ള ആ ഒരു തിടുക്കത്തിൽ അവിടുത്തെ ഒരു പടിക്കെട്ട് കയറി ഓടിക്കയറുന്നുണ്ട് ഇപ്പോൾ കമല. എന്നാൽ അർച്ചന കാറിലേക്ക് കയറി പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ അർച്ചന പോകുന്നത് കണ്ട് ഓടുന്നതും കമല അവിടെ വീഴുന്നുണ്ട്. എന്നാൽ അർച്ചന കാറിൽ കയറിപ്പോയിരുന്നു. ഇത് കണ്ട് സച്ചിയോട് കമല പറയുന്നുണ്ട്, എടാ അച്ചുമോൾ പോകുന്നത് കണ്ടില്ലേ, നിൻ്റെ ഭാര്യയും കുഞ്ഞുമാടാ പോകുന്നത്, പോയി കൂട്ടിക്കൊണ്ട് വാടാ എന്നൊക്കെ കമല കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അമ്മ എന്തേ കാണിക്കുന്നത്, ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ, എടാ അത് ഞാൻ അവളുടെ പെറ്റമ്മയല്ലേ, എൻ്റെ കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുന്നുണ്ട് കമല. ശേഷം കാണിക്കുന്നത് രാജീവിനാണ്. രാജീവ് ഇപ്പോൾ ചിപ്പിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനായി പോയിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ ആ അനാഥാലയത്തിൽ ചെന്നിട്ടുണ്ട് രാജീവ്. അവിടെ വെച്ച് ആ സ്വാമിജിയുമായി സംസാരിക്കുകയാണ്. കനിമൊഴിയും മുരുകനും തന്ന ആ കുഞ്ഞിനെ നിങ്ങൾ ആരെയാണ് ഏൽപ്പിച്ചത് എന്ന് രാജീവ് ചോദിക്കുമ്പോൾ അതിൻ്റെ വിശദ വിവരങ്ങൾ പറയാൻ സാധിക്കില്ല എന്ന് പറയുന്നുണ്ട് സ്വാമിജി. ദത്തെടുത്തവരുടെ വിവരങ്ങളൊന്നും പുറത്ത് പറയാൻ പാടില്ല എന്നാണ് നിയമം എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ രാജീവ് പറയുന്നുണ്ട്, നിങ്ങളുടെ നിയമം അങ്ങനെയായിരിക്കും, പക്ഷേ ഈ രാജ്യത്തെ എല്ലാവർക്കും ബാധകമായ ഒരു പൊതു കാര്യമുണ്ട്, നിങ്ങൾ എന്തിനാണിത് എന്ന് രാജീവ് പറയുമ്പോൾ, നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ അന്വേഷിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഞാൻ ആരുമായിക്കോട്ടെ, പക്ഷേ എനിക്കറിയേണ്ടത് ഈ സത്യങ്ങളാണ് എന്ന് രാജീവ് പറയുന്നുണ്ട്. എന്നാൽ അദ്ദേഹം ഒന്നും തന്നെ പറയാൻ കൂട്ടാക്കുന്നില്ല. ഉടനെ രാജീവ് പറയുന്നുണ്ട്, എൻ്റെ ജോലി ഇതായി പോയില്ലേ, സത്യം പറഞ്ഞില്ലെങ്കിൽ എൻ്റെ കൂടെ വരേണ്ടി വരും, ഇനി ചോദ്യം പറച്ചിലുമൊക്കെ പോലീസ് സ്റ്റേഷനിൽ വെച്ചായിരിക്കും എന്നും രാജീവ് പറയുന്നു. അങ്ങനെ ഇപ്പോൾ രാജീവ് തൻ്റെ ID കാർഡ് എടുത്ത് കാണിക്കുന്നുണ്ട്. ഇത് കണ്ട് ഞെട്ടി നിൽക്കുന്നുണ്ട് ആ സ്വാമിജി. ഇനി സത്യം പറ, ആ കുട്ടിയെ ദത്തെടുത്തത് ആരാണ്, കോടതിയിൽ കിടക്കുന്ന ഒരു കേസിന് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ അന്വേഷിക്കുന്നത് എന്ന് രാജീവ് പറയുന്നുണ്ട്. ഇതിൻ്റെ പേരിൽ ഞാൻ കോടതിയിൽ കയറി ഇറങ്ങേണ്ടി വരുമോ എന്ന് സ്വാമിജി ചോദിക്കുമ്പോൾ രാജീവ് പറയുന്നുണ്ട്, എന്നോട് ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ അതിൻ്റെ കാര്യമൊന്നും വേണ്ടി വരില്ല, എന്നാൽ സത്യം ഒളിപ്പിച്ച് വെച്ചാൽ
നിങ്ങൾ പിന്നെ കോടതി കയറി ഇറങ്ങേണ്ടി വരും. പിന്നെ പത്രത്തിലും ചാനലിലുമൊക്കെ വാർത്തയും വരും. പിന്നെ അത് നാണക്കേടാകും എന്നൊക്കെ രാജീവ് പറയുമ്പോൾ ഞാൻ പറയാം, അതിൽ വേറെ കുഴപ്പമൊന്നും ഉണ്ടാകില്ലല്ലോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ എല്ലാ വിവരങ്ങളും സ്വാമിജി രാജീവിനോട് പറയുകയാണ്. അവന്തികയാണ് ദത്തെടുത്തതെന്നും അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ രാജീവിനോട്. ശേഷം കാണിക്കുന്നത് ഇപ്പോൾ സച്ചിയെ കാണിക്കുന്നുണ്ട്. സച്ചി ഗോകുലിനെതിരെ പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ആരതിയോട് പറഞ്ഞ് ആരതി അതെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് വക്കീൽ തന്നെ ഒന്ന് വായിക്കുക എന്ന് ആരതിയോട് സച്ചി ആവശ്യപ്പെടുന്നു. അങ്ങനെ ആരതി ഇപ്പോൾ ആ പരാതി വായിക്കുന്നുണ്ട്. എന്നെയും അർച്ചനയും എൻ്റെ കുഞ്ഞിനെയും തടങ്കലിൽ വെച്ചിരിക്കുകയാണ് ഗൂഗിൾ ഒരു അഡ്വക്കേറ്റാണ് എന്നൊക്കെ ആ പരാതിയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഇത് മതി എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ സച്ചി. എനിക്കൊരു സംശയം, ഇപ്പോൾ എന്നോട് പോലും ചോദിക്കാതെ ഈ കേസ് ഫയൽ ചെയ്യാൻ എന്താണ് കാരണം എന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. ന്യായമായി നടക്കണമല്ലോ, നീതി ഒരാൾക്ക് മാത്രമല്ലല്ലോ എന്നൊക്കെ വക്കീൽ പറയുന്നു. അങ്ങനെ ഇപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, ഗുരുവിന് എതിരെ കേസ് വാദിക്കാൻ മനസ്സ് പ്രാപ്തമായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഓരോന്നും പറഞ്ഞവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്ത് ആരതിയുടെ വായിൽ നിന്നും അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടി എന്നുള്ളൊരു വാക്ക് വീഴുന്നുണ്ട്. ഉടനെ സച്ചി ചോദിക്കുന്നുണ്ട്, എന്ത് അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയെന്നോ എന്നൊക്കെ ഇങ്ങനെ സച്ചി ചോദിക്കുന്നു. ഉടനെ ആരതി പറയുന്നുണ്ടില്ല, അത് സച്ചിക്ക് തോന്നിയതാവും. അങ്ങനെ ഇപ്പോൾ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ആരതി ആ ഒരു വിഷയം മാറ്റുന്നുണ്ട്. വക്കീൽ എന്തായാലും കേസ് ഫയൽ ചെയ്തോളൂ, ഇനി കോടതി വിചാരിക്കട്ടെ എന്ന കേസ് സച്ചി പറയുന്നു. ഈ ജന്മം അർച്ചനയ്ക്ക് ഓർമ്മ കിട്ടിയില്ലെങ്കിൽ മരണം വരെ സച്ചിക്ക് ഇങ്ങനെ നടക്കാൻ പറ്റുമോ എന്ന് ആരതി ചോദിക്കുന്നുണ്ട് സച്ചിയോട്. ഇല്ല, എനിക്കിനി കാത്തിരിക്കാൻ സാധിക്കില്ല, വക്കീലിൻ്റെ തീരുമാനമാണ് ശരി എന്ന് സച്ചിയും. ഈശ്വര, ഗോകുൽ സാർ എന്നോട് പൊറുക്കട്ടെ എന്ന് മനസ്സിൽ വിചാരിച്ച് സച്ചിയുടെ കയ്യിൽ ആ ഒരു കേസ് ഫയൽ കൊടുക്കുകയാണ് ആരതി. സച്ചി അതിൽ ഒപ്പിടുകയും ചെയ്യുന്നു. ശേഷം കാണിക്കുന്നത് കമലയാണ്. കമല അർച്ചനയെ ആ ഒരു ക്ഷേത്രത്തിൽ വെച്ച കണ്ട കാര്യങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും ആലോചിച്ചിരിക്കുന്നുണ്ട്. ഈ സമയം സച്ചി കമലയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എനിക്കറിയാം അർച്ചനയും മോളെയും കണ്ടതിൻ്റെ ആഘാതം അമ്മയുടെ മനസ്സിൽ എത്രത്തോളം ബാധിച്ചിട്ടുണ്ടെന്ന്. അത് അമ്മയ്ക്ക് താങ്ങാൻ സാധിക്കുന്നതല്ല. അമ്മ അർച്ചനയെ കണ്ടില്ലേ, ഗൗരിമോളെ കണ്ടില്ലേ, തൽക്കാലം അത് മതി എന്നൊക്കെ സച്ചി പറയുന്നു. ഇത് കേട്ട് കമല പറയുന്നുണ്ട്, അമ്മയ്ക്ക് കാഴ്ച താങ്ങാൻ സാധിക്കുന്നില്ല, അമ്മയുടെ നെഞ്ച് പൊടിയുകയാണ്. നിൻ്റെ കൈ പിടിച്ച് പോകേണ്ട എൻ്റെ മോള് വേറൊരാളുടെ കൈ പിടിച്ച്, ആരെയും തിരിച്ചറിയാതെ അവയൊക്കെ ഓർക്കാൻ പോലും വയ്യ എനിക്ക് എന്നൊക്കെ കരഞ്ഞുകൊണ്ട് സച്ചിയോട് പറയുകയാണ് കമല. ഇനി എന്തൊക്കെ വന്നാലും ഒരുപാട് താമസിക്കേണ്ട, അർച്ചനയും മോളെയും നീ വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ കമല ഇപ്പോൾ സച്ചിയോട് ആവശ്യപ്പെടുന്നുണ്ട്. ഉടനെ സച്ചി പറയുന്നുണ്ട്, അമ്മ വിഷമിക്കേണ്ട, എത്രയും പെട്ടെന്ന് ഞാൻ അവരെ വീട്ടിലേക്ക് കൊണ്ടുവരുമെന്ന് സച്ചിയും പറയുന്നു. ദൈവം തന്നെയാണ് അർച്ചനയും മോളെയും നമുക്ക് ഇവിടേക്ക് കൊണ്ടുവന്നത്, ഇല്ലെങ്കിൽ പിന്നെ എവിടെയോ കിടന്ന ഗൂഗിൾ സാറ് ഇവിടെ തന്നെ വരാൻ കാരണം എന്താണ്? നമുക്കവരെ തിരിച്ചറിയാൻ വേണ്ടി തന്നെയാണ്. അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടുന്ന ആ ഒരു നിമിഷം ഞാൻ അർച്ചനയെ കൂട്ടിക്കൊണ്ട് വരുമെന്നും എന്നെക്കൊണ്ട് സാധിച്ചില്ലെങ്കിൽ നിയമപരമായി അവരെ കൊണ്ടുവരുമെന്നും കോടതി വഴി ഞാൻ അതിന് ശ്രമിക്കുന്നുണ്ടെന്നും സച്ചി ഇപ്പോൾ പറയുന്നുണ്ട്. ഒരു ദിവസം ഗൗരിമോളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാമോ എന്ന് കമല ചോദിക്കുന്നുണ്ട്. അതെങ്ങനെയെന്ന് സച്ചി ചോദിക്കുമ്പോൾ, ഇന്ദുവിനെയും അമ്മുവിനെയും കൂട്ടിക്കൊണ്ട് വരുന്ന സമയം ഗൗരിമോളെ കൂടി കൊണ്ടുവന്നാൽ മതി എന്ന് പറയുന്നുണ്ട് കമല. ഉടനെ സച്ചി പറയുന്നുണ്ട്, അമ്മ വിഷമിക്കേണ്ട, നമുക്ക് നോക്കാം എന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഗോകുലിനെയാണ്. ഗോകുൽ ഇപ്പോൾ മദ്യപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സമയം രാജീവ് ഇപ്പോൾ ഗോകുലിൻ്റെ അടുത്തേക്ക് വരുന്നിട്ട് പറയുന്നുണ്ട്, അളിയൻ എന്നോട് പറയാൻ തുടങ്ങിയോ, ഇത് ശരിയല്ല, നമ്മൾ കഴിക്കുന്നത് ഒരു രസത്തിനാണ്, അല്ലാതെ മുങ്ങി താഴാൻ അല്ലെന്ന് പറയുന്നുണ്ട് രാജീവ്. ഇത് കേട്ട് ഗൂഗിൾ പറയുന്നുണ്ട്, ഏത് നിമിഷം തകർന്ന് തരിപ്പണമാക്കാൻ പോകുന്ന ഒരു കുടുംബമാണിത്. ഈ ലഹരി എനിക്കിപ്പോൾ ഒരു സമാധാനമാണ്. ഒരു ദിവസം അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകും, ആ തകർച്ച, അതിൽ നിന്നും എൻ്റെ ഗൗരിമോളെ എനിക്ക് രക്ഷപ്പെടുത്തണം എന്നൊക്കെ പറയുന്നുണ്ട് ഗൂഗിൾ. സമൃദ്ധി ഇവിടെ നിന്നും ഇറങ്ങിപ്പോയാൽ ഗൗരിമോളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന് രാജീവ് പറയുന്നു. എൻ്റെ അന്വേഷണത്തിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടായി എന്ന് രാജീവ് പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ രാജീവ് ഗൂഗിളിനോട് പറയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.